Dear students, fourth semester BComന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിൻ്റെ 14ാമത്തെ വീഡിയോ. ഫ്രീക്വൻസി റേഷ്യോ. കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ലെറ്റ് എ ബി ആൻ ഇവൻറ്റ് associated with the random experiment. Let us repeat the experiment n times. Let the event A happen f out of n repetitions of the experiment. Then f by n is called frequency ratio or relative frequency of the event. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യാം. ഈ റാൻഡം എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇവൻറ്റ് എ ആണെന്ന് വിചാരിക്കുക. ഈ എക്സ്പെരിമെൻ്റ് n തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ n തവണ ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എ എന്ന ഇവൻ്റ് എഫ് തവണ ലഭിക്കുന്നു. എ എന്ന് പറയുന്ന ഇവൻ്റ് എഫ് തവണ സംഭവിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ബൈ എൻ എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി റേഷ്യോ. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് n തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എ എന്ന ഇവൻ്റ് എഫ് തവണ സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ബൈ എൻ ഈസ് കോൾഡ് ദി ഫ്രീക്വൻസി റേഷ്യോ ഓർ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ഇവൻ്റ് എ. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ദി ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് വേരി ഇൻ ആൻ അൺപ്രഡിക്റ്റബിൾ മാനർ. ബട്ട് ഇഫ് വി കൺസിഡർ സീക്വൻസ് ഓഫ് ഫ്രീക്വൻസി റേഷ്യോസ്, we can observe a regularity. We notice that these frequency ratios have a tendency to become more and more stable as the number of repetitions of the experiment increases. The frequency ratios appears to approach a fixed number as the number of repetition is increased. This tendency of frequency ratio to stabilize is common in all random experiments. This phenomenon is known as statistical regularity. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു സീക്വൻസ് ഓഫ് ഫ്രീക്വൻസി റേഷ്യോ കൺസിഡർ ചെയ്താൽ നമുക്കതിലൊരു റെഗുലാരിറ്റി കാണാൻ കഴിയും. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് n തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇവൻറ്റ് എഫ് തവണ സംഭവിക്കുന്നു. എഫ് ബൈ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി റേഷ്യോ ആണ്. ഈ ഫ്രീക്വൻസി റേഷ്യോ ഈ n ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫ് ബൈ എൻ മാറിക്കൊണ്ടിരിക്കും. ഈ എഫ് ബൈ എൻ ഒരു പ്രത്യേക വിലയിലേക്ക് സ്റ്റേബിൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദിസ് ഫ്രീക്വൻസി റേഷ്യോ appears to approach a fixed number as the number of repetition is increased. This tendency of frequency ratio to stabilize is common in all random experiment. എല്ലാ റാൻഡം എക്സ്പെരിമെൻറ്റിനും ഈ ഫ്രീക്വൻസി റേഷ്യോ ഒരു പർട്ടിക്കുലർ ഒരു ഫിക്സഡ് നമ്പർ ആകുന്നതിനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രതിഭാസത്തെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, when we toss a coin a number of times, the frequency ratio of the number of heads equal to f by n, where f is the number of heads obtained. ഒരു കോയിൻ ടോസ് ചെയ്യാം, അത് റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. ഈ റാൻഡം എക്സ്പെരിമെൻറ്റ് n തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് എഫ് തവണ ലഭിച്ചു എന്ന് വെച്ചാൽ എഫ് ബൈ എൻ ആണ് ഫ്രീക്വൻസി റേഷ്യോ. ഈ n ഇൻക്രീസ് ചെയ്യുന്തോറും എഫ് ബൈ എന്നിൻ്റെ വാല്യൂ 0.5 ആവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതാണ്. When a coin is tossed n times, this f by n shows a tendency to come closer and closer to 0.5 as we increase the number of tosses. Therefore, there is a tendency for f by n to stabilize to 0.5. Relative frequency definition of probability or empirical probability or statistical probability.
If we repeat a random experiment a greater number of times under essentially the same conditions, the limit of the ratio of the number of times that an event happens to the total number of trials as the number of trials increase indefinitely is called the probability of the happening of the event. If we repeat a random experiment a greater number of times under essentially the same conditions, the limit of the ratio of the number of times that an event happens to the total number of trials as the number of trials increase indefinitely is called the probability of the happening of the event. But the limit of the ratio എന്ന് പറയുന്നത് f by n. f by n as n tends to infinity. അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. Therefore, probability of A, probability of the event A equal to limit n tends to infinity f by n. Limit n tends to infinity f by n, where n is the number of repetitions and f is the number of times A happens. Probability of any event lies between 0 and 1. That is 0 less than or equal to probability of A less than or equal to 1. Probability of A എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് n tends to infinity f by n എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം f by n എന്ന് പറയാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ആൻഡ് f is the number of times A happens. The minimum value of f എന്തായിരിക്കും? n തവണ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എ എന്ന ഇവൻ്റ് എഫ് തവണ സംഭവിക്കുന്നു. എ എന്ന ഇവൻ്റ് എഫ് തവണ സംഭവിക്കുന്നത് എ എന്ന ഇവൻ്റ് ലഭിക്കുന്നതേ ഇല്ല എങ്കിൽ ആ n തവണ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഒരു തവണ പോലും എ എന്ന ഇവൻ്റ് ലഭിച്ചില്ല എങ്കിൽ എഫിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ മിനിമം വാല്യൂ ഓഫ് എഫ് 0. ഇനി എല്ലാ റിപ്പീറ്റേഷനിലും എ എന്ന ഇവൻ്റ് തന്നെ ലഭിക്കുകയാണെങ്കിൽ എ എന്ന ഇവൻ്റ് n തവണ ലഭിക്കും. അപ്പോൾ എഫിൻ്റെ വാല്യൂ n ആയിരിക്കും. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് എഫ് n ആണ്, മിനിമം വാല്യൂ ഓഫ് എഫ് 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. നമുക്ക് എല്ലാത്തിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 by n 0 by n 0 തന്നെ, f by n n by n 1. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഡിവൈഡിങ് ബൈ എൻ എല്ലാത്തിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സിൻസ് എഫ് ബൈ എൻ ടെൻസ് ടു പി ഓഫ് എ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. Properties of probability. Probability of an event lies between 0 and 1. Probability of an event lies between 0 and 1. Let S denote the sample space, therefore S is a sure event and probability of S equal to 1. Sample space in the probability 1 ആണ്. അതുപോലെ ഏതൊരു ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയിലായിരിക്കും. If A and B are two mutually exclusive events, then probability of A union B equal to probability of A plus probability of B. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഡിസ്ജോയിൻ്റ് ഇവൻ്റ് ആയിട്ട് ഡിസ്ജോയിൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ, എയും ബിയും ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണെങ്കിൽ probability of A union B എന്ന് പറയുന്നത് probability of A plus probability of B. probability of A plus probability of B. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ A ഇൻ്റർസെക്ഷൻ B നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് probability of A union B, probability of A plus probability of B. The following table gives a distribution of wages of 1200 workers. വേജസും നമ്പർ ഓഫ് വർക്കേഴ്സും തന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ആണ്. വേജസ് ഇൻ റുപ്പീസ് 100 to 120, 120 to 140, 140 to 160, 160 to 180. നമ്പർ ഓഫ് വർക്കേഴ്സും തന്നിട്ടുണ്ട്. ഇതിൽ കാണേണ്ടത് ഫൈൻഡ് എ പ്രോബബിലിറ്റി ദാറ്റ്
എ വർക്കർ സെലക്റ്റഡ് ഹാസ് വേജ് അണ്ടർ റുപ്പീസ് 140. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദ വേജ് ഈസ് അണ്ടർ റുപ്പീസ് 140. അണ്ടർ റുപ്പീസ് 140 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്? 140 താഴെ എന്ന് പറഞ്ഞാൽ 100, 120, 120, 140, മൊത്തം 10ഉം 100, 110. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് 1200 ആണ്. അപ്പോൾ 110/1200. അടുത്തത് എബവ് 200, പ്രോബബിലിറ്റി ഓഫ് ദ വേജ് ഈസ് എബവ് റുപ്പീസ് 200. എബവ് റുപ്പീസ് 200 എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണമാണ് വരുന്നത്. 53 + 42 ഡിവൈഡഡ് ബൈ 1200, 95/1200. അടുത്തത് ബിറ്റ്വീൻ 140 and 200, പ്രോബബിലിറ്റി ഓഫ് ദ വേജ് ഈസ് ബിറ്റ്വീൻ റുപ്പീസ് 140 and 200. 140 and 200 ഇവ മൂന്നെണ്ണം വരും. 500 + 320 + 175, that is 995. 995/1200. Probability that a worker selected has wage is under rupees 140. Under rupees 140 എന്ന് പറഞ്ഞാൽ 140 താഴെ. 140 താഴെ എന്ന് പറഞ്ഞാൽ 100, 120, 120, 140. ആ രണ്ട് ഫ്രീക്വൻസി ആഡ് ചെയ്യുക, ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ 10 + 100/1200. 110/1200 equal to 11/120. അടുത്തത് probability that a worker selected has wages above rupees 200. above rupees 200 എന്ന് പറഞ്ഞാൽ 200, 220, 220, 240 വാങ്ങിക്കുന്ന വർക്കേഴ്സിൻ്റെ എണ്ണം ബൈ ടോട്ടൽ വർക്കേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ ഇവിടെ 53 + 42/1200, ദാറ്റ് ഈസ് 95/1200. അടുത്തത് probability that a worker selected has wage is between rupees 140 and rupees 200. 140 and 200. അപ്പോൾ 140, 160, 160, 180, 180, 200. 140ക്കും 160ക്കും ഇടയിൽ വേജസ് ഉള്ള ആളുകളുടെ എണ്ണം 500 ആണ്. അതുപോലെ 160ക്കും 180ക്കും ഇടയിൽ 320, 180ക്കും 200 ഇടയിൽ 175. ടോട്ടൽ 995/1200. ഇതാണ് വാല്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദി കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ 1000 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ആർ ഗിവൺ ഇൻ ദി ഫോളോയിങ് ടേബിൾ. വേജസ്, നമ്പർ ഓഫ് വർക്കേഴ്സ്. വേജസും നമ്പർ ഓഫ് വർക്കേഴ്സും തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 80 to 100, 100 to 120, 120 to 140, 140 to 160, 160 to 180, 180 to 200. Number of workers 10, 100, 400, 250, 200, 40. മൊത്തം 1000 workers. Find the probability that a worker selected has wages under rupees 100, wages above rupees 140, wages between rupees 120 and rupees 180. അപ്പോൾ ആദ്യത്തെ ആൻസർ നോക്കാം. probability that a worker selected has wages under rupees 140. under rupees 140 എന്ന് പറഞ്ഞാൽ 140 താഴെ എന്ന് പറയുമ്പോൾ 80, 100, 100, 120, 120, 140. അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടണം. 80നും 100നും ഇടയിൽ വേതനം വാങ്ങിക്കുന്നവരുടെ എണ്ണം അത് 10. പിന്നെ 100നും 120നും ഇടയിൽ 100, 120നും 140നും ഇടയിൽ 400. അപ്പോൾ മൊത്തം 510 പേര്, ആകെ 1000. അപ്പോൾ 510/1000. 10 + 100 + 400/1000, ദാറ്റ് ഈസ് 510/1000. അടുത്ത് എബവ് റുപ്പീസ് 140 ആണ്. എബവ് റുപ്പീസ് 140 എന്ന് പറഞ്ഞാൽ 140 to 160, പിന്നെ 160 to 180, 180 to 200. 140 to 160 250 ആണ്. 160 to 180 200 ആണ്. 180 to 200 40 ആണ്. അപ്പോൾ 250 + 200 + 40 divided by 1000, that is 490/1000. അടുത്ത ക്വസ്റ്റ്യൻ. വേജസ് ബിറ്റ്വീൻ rupees 120 and 180. 120 and 180 പറഞ്ഞാൽ 120, 140, 140, 160, 160, 180. അങ്ങനെ 3 ഫ്രീക്വൻസികൾ ആഡ് ചെയ്യണം. 3 ക്ലാസ്സുകളുടെ ഫ്രീക്വൻസി ആഡ് ചെയ്യണം. അതായത് 400,
plus 250 plus 200 divided by 1000. 850 by 1000. Axiomatic approach or modern approach to probability. Let S be the sample space of a random experiment and A be an event of the random experiment, so that A is the subset of S. Then we can associate a real number P of A to the event A. This number P of A will be called probability of A if it satisfies the following three axioms or postulates. First axiom, probability of A is a real number such that P of A greater than or equal to 0 for every A subset of S. Axiom 2, probability of the sample space is 1. Axiom 3, probability of A union B equal to P of A plus P of B, where A and B are two non-intersecting subset of S, that is mutually exclusive. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ആക്സിയോമാറ്റിക് അപ്രോച്ച് ഓർ മോഡേൺ അപ്രോച്ച് ടു പ്രോബബിലിറ്റി. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്, ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എസ് ആണെന്ന് വിചാരിക്കാം. ലെറ്റ് എസ് ബി ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇനി എ എന്ന് പറയുന്നത് ആ റാൻഡം എക്സ്പെരിമെൻറ്റിലെ ഒരു ഇവൻ്റ് ആണെങ്കിൽ എ എന്ന് പറയുന്നത് എസിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. എ ഈസ് ദി സബ്സെറ്റ് ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ probability of A എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി 1 ആണ്. എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. എങ്ങനെയാണെങ്കിൽ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ടു നോൺ ഇൻ്റർസെക്റ്റിംഗ് സബ്സെറ്റ് ഓഫ് എസ് ആണെങ്കിൽ. തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. There are two important theorems of probability. They are addition theorem and multiplication theorem. പ്രധാനപ്പെട്ട രണ്ട് തിയറംസ് ആണ്. ഒന്ന് അഡീഷൻ തിയറവും മറ്റൊന്ന് മൾട്ടിപ്ലിക്കേഷൻ തിയറവും. ഇനി അഡീഷൻ തിയറം രണ്ട് സിറ്റുവേഷൻസിലുണ്ട്. ഒന്ന്, ഇവൻസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇവൻസ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ രണ്ട് സമയത്തും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിലും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആണെങ്കിലും നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണെന്ന് കാണണം. അഡീഷൻ തിയറം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അഡീഷൻ തിയറം അല്ലെങ്കിൽ അഡീഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി. അഡീഷൻ റൂൾ ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. If A and B are two mutually exclusive events, then the probability for either A or B to happen is the sum of their probabilities. That is, probability of A or B equal to P of A plus P of B. That is P of A union B. A or B എന്ന് പറഞ്ഞാൽ A union B എന്നാണ്. ഇതിനാണ് അഡീഷൻ എന്ന് പറയുന്നത്. A union B equal to P of A plus P of B. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ P of A union B equal to P of A plus P of B. ഇനി നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ if two events A and B are not mutually exclusive, the probability of the occurrence of either A or B is the sum of their individual probability minus probability for both to happen. That is P of A or B equal to P of A plus P of B minus P of both എന്ന് പറഞ്ഞാൽ P of A and B. P of A or B equal to P of A plus P of B minus P of A and B. That is P of A union B equal to P of A plus P of B minus P of A intersection B. A and B എന്ന് വെച്ചാൽ A intersection B. A or B, A union B. What is the probability of picking a card that was red or black? റെഡ് കാർഡ് എ എന്ന ഇവൻറ്റും ബ്ലാക്ക് കാർഡ് ബി എന്ന ഇവൻറ്റുമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. കാരണം ആകെ 52 കാർഡ്സ് ഉണ്ട്. അതിൽ 26 റെഡ് ആയിരിക്കും, 26 ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ ഒരു കാർഡ് ചൂസ് ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഹിയർ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. പി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് കാർഡ് എന്നാണ്.
ആകെ 26 റെഡ് കാർഡ്സ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് കാർഡ് എന്ന് പറയുന്നത് 26/52, ദാറ്റ് ഈസ് 1/2. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് കാർഡ് ഈക്വൽ ടു 26/52, അതും 1/2 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഓർ ബ്ലാക്ക്, ദാറ്റ് ഈസ് പി ഓഫ് എ ഓർ ബി equal to P of A plus P of B, because A and B are mutually exclusive. Therefore, answer is 1/2 plus 1/2, that is 1. Here the events are mutually exclusive. Probability of picking a red card equal to P of A equal to 26/52 equal to 1/2. അതുപോലെ probability of picking a black card P of B equal to 26/52 equal to 1/2. ഇനി here A and B are mutually exclusive events. P of picking a red or black card equal to P of A or B equal to P of A union B, that is P of A plus P of B equal to 1/2 plus 1/2 equal to 1. If A and B are any two mutually exclusive events and P of A equal to 0.45, P of B equal to 0.35, find P of A or B. P of A or B എന്ന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ P of A or B എന്ന് വെച്ചാൽ P of A യൂണിയൻ B, അതായത് P of A plus P of B 0.45 plus 0.35, 0.8. P of A or B equal to P of A union B, that is P of A plus P of B, because A and B are mutually exclusive, equal to 0.45 plus 0.35 equal to 0.8. A card is drawn at random from an ordinary pack of 52 cards. Find the probability that the card drawn is either spade or diamond. Either spade or diamond. സ്പേഡ് കാർഡ് എന്ന് പറയുന്നത് എ എന്ന ഇവൻറ്റും ഡയമണ്ട് കാർഡ് എന്ന് പറയുന്നത് ബി എന്ന ഇവൻറ്റും ആണെങ്കിൽ നമ്മളൊരു കാർഡ് എടുക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ ആവുള്ളൂ. ഒന്നുകിൽ സ്പേഡ് കാർഡ് ആവാം, അല്ലെങ്കിൽ ഡയമണ്ട് കാർഡ് ആവാം. രണ്ടും കൂടെ ഒരുമിച്ച് എന്തായാലും സംഭവിക്കില്ല. അതുകൊണ്ട് ഈ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ യൂണിയൻ പ്രോബിലിറ്റി ഓഫ് എയ്തർ സ്പേഡ് ഓർ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഓർ ബി, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്പേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേഡ് കാർഡ്സ് ടോട്ടൽ 13 ആണ്. ആകെ 52 കാർഡ്സ് ഉണ്ട്. Therefore, probability of getting a spade card equal to 13/52. അതുപോലെ probability of getting a diamond card equal to 13/52. അപ്പോൾ A or B എന്ന് പറഞ്ഞാൽ P of A plus B of B, that is 13/52 plus 13/52 equal to 26/52 equal to 1/2. Probability of drawing a spade or a diamond equal to P of A or B equal to P of A union B equal to P of A plus P of B equal to P of A. P of A means probability of getting a spade card. അപ്പോൾ number of spade cards divided by total number of cards, that is 13/52. And probability of B, that is probability of getting a diamond card. Number of diamond cards is 13, total number of cards is 52. Therefore 13/52. Total 26/52 equal to 1/2. A bag contains 4 white, 2 black, 3 yellow and 3 red balls. What is the probability of getting a white or a red ball at random in a single draw of 1? 4 white, 2 black, 3 yellow, 3 റെഡ്, അതായത് മൊത്തം 4, 2, 3, 3, 12 ബോൾസ്. അപ്പോൾ നമ്മളൊരു ബോൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ സിംഗിൾ ഡ്രോ ഓഫ് 1 ആണ്. ഒരു ബോൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ വൈറ്റ് ആവണം അല്ലെങ്കിൽ റെഡ് ആവണം. അപ്പോൾ ഒരു വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? 4/12. റെഡ് ആവാനുള്ള പ്രോബിലിറ്റി 3/12. വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ number of white balls by total number of balls, that is 4/12 ആണ്. അതുപോലെ റെഡ് ബോൾസ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 3/12. 4/12 3/12. അപ്പോൾ 4/12 3/12 ആയാൽ 7/12
12. ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആണ്. ഒരു സിംഗിൾ ബോൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്നുകിൽ അത് റെഡ് ആവാം, അല്ലെങ്കിൽ വൈറ്റ് ആവാം, അല്ലെങ്കിൽ മറ്റേത് കളറും ആവാം. അപ്പോൾ എന്തായാലും ഇതിലേതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് ഇവൻറ്റ്സ്. Probability of drawing one white or one red ball equal to P of A union B. A എന്ന് പറയുന്നത് വൈറ്റിനെ സൂചിപ്പിക്കുക, ബി എന്ന് പറയുന്നത് റെഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി, അതായത് probability of getting a white ball, that is 4/12. Probability of B, that is probability of getting a red ball, 3/12. Total 7/12. Find the probability of getting a total of 7 or 11 in a single throw with 2 dice. ഇവിടെ സാമ്പിൾ സ്പേസ് നമുക്കറിയാം 36 ആയിരിക്കും. 1 1 1 2 1 3 എക്സെട്ര 1 6 2 1 2 2 2 3 എക്സെട്ര 2 6 അങ്ങനെ 6 1 6 2 എക്സെട്ര 6 6. അതിൽ ടോട്ടൽ 7 ലഭിക്കുന്നതിന്, ടോട്ടൽ 7 എന്ന് പറയുന്നത് എ എന്ന ഇവൻ്റ് ആണെന്ന് വിചാരിക്കാം. ടോട്ടൽ 11 എന്ന് പറയുന്നത് ബി എന്ന ഇവൻറ്റുമാണ്. ഇവിടെ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ടോട്ടൽ 7 കിട്ടിയാൽ പിന്നെ ടോട്ടൽ 11 കിട്ടില്ല. ടോട്ടൽ 11 ആണെങ്കിൽ ടോട്ടൽ 7 ആവില്ല. അപ്പോൾ അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ്. അതുകൊണ്ട് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി, അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 7 ഓർ എ ടോട്ടൽ ഓഫ് 11 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 7 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 11. ഇനി ടോട്ടൽ 7 ലഭിക്കുന്നതിനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? ടോട്ടൽ 7 ആവണമെങ്കിൽ ആ ഈ വാല്യൂസ് എന്തൊക്കെയാണ്? 1 6 വരാം, പിന്നെ 2 5 3 4 4 3 5 2 6 1, മൊത്തം 6 എണ്ണം വരുന്നുണ്ട്. 6/36 ആണ്. 6/36 ആണ് ടോട്ടൽ 7. അതുപോലെ ഇനി 11 ആണെങ്കിൽ എന്ത് വരും? 11 ആവണമെങ്കിൽ 5 6ഉം 6 5ഉം മാത്രമേ ഉള്ളൂ. 5 6 6 5. അപ്പോൾ 2/36 ആണ്. അത് രണ്ടുകൂടെ ആഡ് ചെയ്യാം. 6/36ഉം 2/36ഉം 8/36 നോക്കാം. ഫേവറബിൾ കേസസ് ഓഫ് ഗെറ്റിംഗ് 7 ആർ 1 6 2 5 3 4 4 3 5 2 1 6, മൊത്തം 6 ആണ്. ഇനി ഫേവറബിൾ കേസസ് ഓഫ് ഗെറ്റിംഗ് 11 5 6ഉം 6 5ഉം മാത്രം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 7 or 11 ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി, ദാറ്റ് ഈസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 7 ആണെങ്കിൽ എന്തിനു വരും? 1 2 3 4 5 6 6/36. ഇനി 11 ആണെങ്കിൽ 1 2 2/36, ദാറ്റ് ഈസ് 8/36 or 2/9. Probability of A equal to 1/5. Probability of B equal to 1/4. Probability of A intersection 1/10. Find A union B. Find P of A union B. അപ്പോൾ ഇവിടെ P of A intersection B തന്നതുകൊണ്ട് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. അപ്പോൾ P of A union B equal to P of A plus P of B minus P of A intersection B. വാല്യൂസ് കൊടുത്തു. 1/5 plus 1/4 minus 1/10. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി LCM കണ്ടു. 20 ആകുമ്പോൾ 5 ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4/20 പ്ലസ് ഇതിനെ 5 കൊണ്ട്, അപ്പോൾ 5 × 1 5/5 × 4 20 5/20 മൈനസ് 1/10 2 കൊണ്ട് ഗുണിച്ചാൽ 2 × 1 2/2 × 10 20 20. ഇപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി. ന്യൂമറേറ്റേഴ്സ് സിംപ്ലിഫൈ ചെയ്യാം. 4 + 5 - 2 9 - 2 7 7/20. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 7/20. ഹിയർ എ ആൻഡ് ബി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല. എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി തന്നിട്ടുണ്ട് 1/10. അപ്പോൾ അതുകൊണ്ട് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഫൈൻഡ് എ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ആൻ ഏസ് ഓർ എ സ്പേഡ് ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. Ace or a spade. Probability of drawing an ace or a spade equal to P of A union B. That is P of A plus P of B minus P of A intersection B. That is probability of drawing an ace plus probability of drawing a spade minus probability of drawing a spade ace
probability of drawing an ace or a spade equal to probability of drawing an ace plus probability of drawing a spade minus probability of drawing a spade ace. അങ്ങനെ ഒന്നുണ്ട്, സ്പേഡ് ഏസ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു ഡ്രോയിങ് ആൻഡ് ഏസ് എന്ന് പറഞ്ഞാൽ 4 ഏസ് കാർഡ്സ് ആണ്. അപ്പോൾ 4/52 ഈക്വൽ ടു 4/52 മൈനസ് സ്പെയ്ഡ് കാർഡ്സ് 13 ഉണ്ട്. അപ്പോൾ പ്ലസ് 13/52 മൈനസ് സ്പെയ്ഡ് ഏസ് ഒരെണ്ണേ ഉള്ളൂ 1/52. 4 + 13 17 - 1 16/52 4/13. If P of A equal to 1/13, P of B equal to 1/4 and P of A union B equal to 4/13, find P of A intersection B. നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി എന്നുള്ളതിൻ്റെ ഫോർമുല എഴുതിയിട്ട് അന്ന് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ഈ എ യൂണിയൻ ബി അങ്ങോട്ടും കൊണ്ടുപോയി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇനി ഓരോന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/13 പ്ലസ് 1/4 മൈനസ് 4/13. 1/13 പ്ലസ് 1/4 മൈനസ് 4/13. നമുക്ക് 52 ആണ് LCM എടുക്കുന്നത്. 52 ആകുമ്പോൾ 4/52 ഇവിടെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 13/52 മൈനസ് ഇവിടെ 4 കൊണ്ട് ഗുണിച്ചാൽ മൈനസ് 16/52. 4 + 13 17 17 - 16 1/52. The probability that a contractor will get a plumbing contract is 2/3 and the probability that he will not get an electric contract is 5/9. If the probability of getting at least one contract is 4/5, what is the probability that he will get both the contracts? The probability that a contractor will get a plumbing contract is 2/3. Probability that a contractor will get a plumbing contract equal to P of A equal to 2/3. എഴുതി. അടുത്ത probability that a contractor will not get an electric contract is 5/9. Probability that contractor will get an electric contract എന്തായിരിക്കും? 1 minus 5/9 that is 4/9. കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി 5/9 ആണ്. അപ്പോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി രണ്ടും കൂടെ ആഡ് ചെയ്ത 1 ആണല്ലോ. 1 - 5/9 9/9 - 5/9 4/9. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ 2/3, പ്രോബിലിറ്റി ഓഫ് ബി 4/9. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഹി വിൽ ഗെറ്റ് ബോത്ത് ദി കോൺട്രാക്ട്സ്? അപ്പോൾ പി ഓഫ് എ ആൻഡ് ബി അത് കണ്ടുപിടിക്കണം. പി ഓഫ് എ ആൻഡ് ബി, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അതാണ് പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ മറ്റൊന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ആണ് യൂണിയൻ ആണ്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 4/5 ആണ്. അപ്പോൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട് 4/5. പി ഓഫ് എ അറിയാം, പി ഓഫ് ബി അറിയാം. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടെത്താം. അതായത് ഹി വിൽ ഗെറ്റ് ദി 2 contracts. Probability that contractor will get at least one on a union ആണ്. Probability of A union B equal to 4/5. ഇനി probability of A union B എന്ന് പറഞ്ഞാൽ probability of A plus probability of B minus probability of A intersection B. അതായത് probability of A union B, probability of A union B 4/5 ആണ്. അത് 4/5 എഴുതി. ഈക്വൽ ടു പി ഓഫ് എക്ക് പകരം പി ഓഫ് എ യൂണിയൻ ബിക്ക് പകരം ഇവിടെ 4/5 എന്ന് എഴുതി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് ദ കോൺട്രാക്ടർ വിൽ ഗെറ്റ് പ്ലംബിംഗ് കോൺട്രാക്ട് പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇലക്ട്രിക് കോൺട്രാക്ട്, അതാണ് പി ഓഫ് ബി, മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗെറ്റിംഗ് ബോത്ത്. ഇനി ഓരോന്നിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇത് 4/5, getting plumbing contract 2/3, getting electric contract 4/9 minus probability of getting both. നമുക്ക് ഇതെടുത്ത് ഇങ്ങോട്ടെടുത്ത് ഈ 4/5 ഇങ്ങോട്ട് കൊണ്ടുവന്നാലും മതി. ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഈക്വൽ ടു 2/3 പ്ലസ് 4/9 മൈനസ് 4/5. 2/3 നമുക്ക് 3 കൊണ്ട് കുടിച്ചാൽ 6/9 പ്ലസ് 4/9. 6/9 പ്ലസ് 4/9 മൈനസ് 4/5. 6/9 പ്ലസ് 4/9 10/9. 10/9 മൈനസ് 4/5 നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ
10 into 5, 50 by 45 minus 4 into 9, 36 by 45. Simplify that, 14 by 45. That's the probability of getting both, equal to 14 by 45. If P of A equal to 0.5, P of B equal to 0.6, P of A intersection B equal to 0.2, find P of A union B, P of A dash, P of A intersection B dash and P of A dash intersection B dash. ഇവിടെ P of A intersection B 0.2 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എയും ബിയും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. Here the events are not mutually exclusive. Therefore, P of A union B equal to P of A plus P of B minus P of A intersection B equal to 0.5 plus 0.6 minus 0.2. 0.6 minus 0.2, 0.4, 0.5 plus 0.4, 0.9. At the P of A dash, P of A dash is 1 minus P of A equal to 1 minus 0.5 equal to 0.5. At the P of A intersection B dash, that is P of A minus P of A intersection B. A intersection B dash ആണ്. ആ വെൻ ഡയഗ്രാം ആലോചിച്ചാൽ മതി. A intersection B dash എന്ന് വെച്ചാൽ A minus A intersection B. P of A എന്ന് പറയുന്നത് 0.5 minus 0.2 equal to 0.3. P of A dash intersection B dash. ഇനി P of A intersection B dash മറ്റൊരു രീതിയിലൂടെ ചെയ്യേണ്ടത് P of A intersection B dash equal to P of A union B minus P of B. അങ്ങനെയും പറയാം. P of A intersection B dash ആണ്. എയും ബി ഡാഷ് തമ്മിൽ ഇൻ്റർസെക്ഷനെ എ യൂണിയൻ ബി മൈനസ് പി ഓഫ് ബി എന്നും പറയാം. അപ്പോൾ എ യൂണിയൻ ബി നമ്മളിവിടെ കണ്ടിട്ടുണ്ട് 0.9 മൈനസ് പി ഓഫ് ബി 0.6 അങ്ങനെ എഴുതാം. ഈ രണ്ട് രീതിയിലും ഇതിന് എഴുതാം. അടുത്ത പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അങ്ങനെ ഒരു തീരുണ്ട്. പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്നാൽ എ യൂണിയൻ ബി ഡാഷ്. ഡി മോർഗൻസ് ലോ. എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു എ യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. That is 1 minus 0.9 equal to 0.1. Conditional probability. Probability of an event A given that B has happened is called conditional probability of A given B and is denoted by P of A given B. ഇതിന് പറയുന്നത് probability of A given B എന്നാണ്. Probability of an event A given that B has happened. It is called conditional probability of A given B. Probability of A given B equal to probability of A intersection B by probability of B. Probability of A intersection B equal to probability of A intersection B by probability of B. And P of B given A equal to P of A intersection B by P of A. A given B ആണെങ്കിൽ A intersection B by B. B given A ആണെങ്കിൽ A intersection B by A. Example. Consider a family with 2 children. The different outcomes are boy, 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 girl, girl, boy, girl, girl. ഈ നാലെണ്ണത്തിലൊന്നായിരിക്കും വരുന്നത്. If it is known that the first is a boy, the outcomes are only BB and BG. ഇതാണ് വരുന്നത്. So that the probability for both boys under the condition that first is a boy is 1/2. അതായത് ഒരു ഫാമിലിയിൽ 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് എങ്ങനെ വരാം? ഒന്നുകിൽ രണ്ടും ബി ആവാം, ബോയ് ബോയ്, അല്ലെങ്കിൽ രണ്ടും ഗേൾ ആവാം, ഗേൾ ഗേൾ, അല്ലെങ്കിൽ ആദ്യം ബോയ് രണ്ടാമത് ഗേൾ, അല്ലെങ്കിൽ ആദ്യം ഗേൾ രണ്ടാമത്തെ ബോയ്, അങ്ങനെ വരാം. ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ ഫസ്റ്റ് ഈസ് എ ബോയ്, ആദ്യത്തെ ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ 2 ഔട്ട്കംസ് ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ബോയ് ബോയ് ആയിരിക്കും, അല്ലെങ്കിൽ ബോയ് ഗേൾ ആയിരിക്കും. അതായത് ബി 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 ജി. അങ്ങനെയാണെങ്കിൽ probability for both boys under the condition that first is a boy എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ ബോയ് ആവണം എന്ന് പറയുമ്പോൾ 2 റിസൾട്ടേ ഉള്ളൂ, ബോയ് 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 ഗേൾ. ഇനി 2 ബോയ്സ് ആണെന്ന് പറഞ്ഞാൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, 1/2 ആണ് probability. Probability of both boys under the condition that first is a boy is 1/2.
This is called the conditional probability, as the condition is that first is a boy. If the condition is not given, probability that both boys is 1/4. 4 എന്നാണ് ബോയ് 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 ഗേൾ ഗേൾ ബോയ് ഗേൾ ഗേൾ. അപ്പോൾ 1/4 ആണ്. ഈ കണ്ടീഷൻ തന്നില്ല എങ്കിൽ, ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ് എന്നുള്ള ആ ഒരു കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ആൺകുട്ടികളാവാനുള്ള പ്രോബിലിറ്റി 1/4 ആയിരിക്കും. Probability of A equal to 1/3, P of B equal to 1/4 and P of A intersection B equal to 1/52. Find P of A given B. P of A given B equal to P of A intersection B by P of B equal to 1/52 by 1/4. P of A intersection B by P of B ആണ് 1/52 by 1/4. 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 4/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ 4/1 1/52 ഇൻറ്റു 4/1 ദാറ്റ് ഈസ് 4/52 ഈക്വൽ ടു 1/30. പിന്നെ കാണേണ്ടത് പി ഓഫ് ബി ഗിവൺ എ ആണ്. പി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ ദാറ്റ് ഈസ് 1/52 by 1/13. 1/52 into 13/1 that is 13/52 equal to 1/4. Independence of two events. Statistical independence. If A and B are two events such that P of A given B equal to P of A and P of B given A equal to P of B, we say that A and B are independent. If A and B are independent, then P of A given B equal to P of A and P of B given A equal to P of B. അപ്പോൾ പി ഓഫ് എ ഗിവൺ ബി, പി ഓഫ് എ പറഞ്ഞാൽ എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ. അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണെങ്കിലും ആ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വെൻ പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ, വി ഹാവ് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇഫ് ടു ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്, then the probability of occurring both will be the product of the individual probability. Probability of occurring both, അതായത് പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രോബിലിറ്റി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. പി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ദാറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ, എയും ബിയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. A bag contains 5 white balls and 8 black balls. One ball is drawn at random from the bag and is then replaced. Again another one is drawn. Find a probability that both the balls are white. ഇവിടെ ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഹിയർ ദ ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ആദ്യം ഒരു വൈറ്റ് ബോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോൾ എടുക്കുക. അത് രണ്ടാമത്തേനെ ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഹിയർ ദ ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് വൈറ്റ് ബോൾ ഇൻ ഫസ്റ്റ് ഡ്രോ. ആദ്യം ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? ആകെ 5 വൈറ്റ് ഉണ്ട്, 8 ബ്ലാക്ക് ഉണ്ട്. അതിനൊരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 5/13. അതിനുശേഷം എന്താണ്? അത് തിരിച്ച് അതിൽ തന്നെ വയ്ക്കുന്നു. അപ്പോൾ വീണ്ടും 5 വൈറ്റും 8 ബ്ലാക്കുമാണ്. അപ്പോൾ വീണ്ടും വൈറ്റ് ബോൾ ലഭിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? 5/13 ആണ്. Probability of drawing white ball in second row equal to 5/13. Therefore, probability that both the balls are white, that is P of A and B, P of A into P of B, 5/13 into 5/13, 25/169. Probability of drawing white ball in both row equal to P of A into P of B എന്നുള്ള റിസൾട്ടാണ് ഉപയോഗിക്കേണ്ടത്. 5/13 into 5/13 equal to 25/169. A single coin is tossed for 3 times. What is the probability of getting head in all the 3 times? Probability of getting head in all the 3 times. A single coin is tossed for 3 times. What is the probability of getting head in all the
3 times. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ ഓൾ ദ 3 times എന്ന് പറഞ്ഞാൽ ആദ്യം കോയിൻ ടോസ് ചെയ്യുന്നു അപ്പോഴും ഹെഡ് കിട്ടണം, രണ്ടാമത് ടോസ് ചെയ്യുന്നു അപ്പോഴും ഹെഡ് കിട്ടണം, മൂന്നാമത് ടോസ് ചെയ്യുന്നു അപ്പോഴും ഹെഡ് കിട്ടണം. അപ്പോൾ ആദ്യം ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2, രണ്ടാമത് ഇട്ടാൽ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2, മൂന്നാമതായാലും 1/2, 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 1/8. ഇവിടെ ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഇൻ ഓൾ ദ 3 times ഈക്വൽ ടു probability of getting head in first toss, probability of getting head in second toss, P of getting head in third toss equal to 1/2 into 1/2 into 1/2 equal to 1/8. Multiplication theorem, dependent events. If two events A and B are dependent, the probability of occurring second event will be affected by the outcome of the first. Dependent ആണെങ്കിൽ probability of second will be affected by the outcome of the first. We know that probability of A given B equal to probability of A intersection B by probability of B. അപ്പോൾ P of A intersection B എന്തായിരിക്കും? P of A intersection B equal to P of B into P of A given B. P of A intersection B equal to P of B into P of A given B provided P of B not equal to 0. P of B 0 ആണെങ്കിൽ ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഡിനോമിനേറ്റർ 0 ആയാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് P of B നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ P of A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ P of B ഇൻറ്റു P of A given B. ഇനി അതുപോലെ P of B given A ആണ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്? P of B given A equal to P of A intersection B by P of A. P of A intersection B എന്ന് പറഞ്ഞാൽ P of A into P of B given A. P of A given intersection B equal to P of A into P of B given A provided P of A not equal to 0. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ P of A intersection B equal to P of A into P of B. ഡിപ്പെൻഡൻ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ P of A intersection B എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ P of B into P of A given B, അതല്ലെങ്കിൽ P of A into P of B given A. A bag contains 5 white balls and 8 black balls. One ball is drawn at random from the bag. Again, another one is drawn without replacing the first ball. Find the probability that both the balls drawn are white. ഒരു ബാഗിൽ 5 വൈറ്റും 8 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. ആദ്യം ഒരു ബോൾ എടുക്കുന്നു, അതിനുശേഷം അത് റീപ്ലേസ് ചെയ്യുന്നില്ല, രണ്ടാമത് വേറൊരു ബോൾ എടുക്കുന്നു. അപ്പോൾ ആദ്യം ഒരു ബോൾ എടുക്കുന്നു, രണ്ടാമത് വേറെ ഒരു ബോൾ എടുക്കുന്നു. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആദ്യത്തെ രണ്ടാമത്തെ പോലെ പരസ്പരം ബന്ധമൊന്നുമില്ല, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്നാണ് ഇവിടെ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ദി ബോൾസ് ഡ്രോൺ ആർ വൈറ്റ് എന്നാണ്. അപ്പോൾ ആദ്യം വൈറ്റ് കിട്ടണം, രണ്ടാമതും വൈറ്റ് കിട്ടണം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 white balls എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ എന്താണ്? 5 വൈറ്റും 8 ബ്ലാക്ക് ബോൾസാണ്. അപ്പോൾ 5/13 ഒരു വൈറ്റ് ബോൾ കിട്ടി, അത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അതിൽ എത്ര വൈറ്റ് ബോൾസ് ഉണ്ടായിരിക്കും? 4 വൈറ്റ് ബോൾസ് ഉണ്ടായിരിക്കും, 8 ബ്ലാക്ക് ബോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു വൈറ്റ് ബോൾ കിട്ടണമെങ്കിൽ എന്തായിരിക്കും പ്രോബിലിറ്റി? 4/12. അപ്പോൾ 5/13 ഇൻറ്റു 4/12 ആണ് രണ്ടും വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി. Probability of drawing a white ball in first draw equal to number of white balls by total number of balls, 5/13. Probability of drawing a white ball in second draw, രണ്ടാമത്തിൽ ഇത് റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വൈറ്റ് ബോൾ എടുത്തു, പിന്നെ അത് റീപ്ലേസ് ചെയ്യാത്തതുകൊണ്ട് അതിൽ 4 വൈറ്റ് ബോൾസും 8 ബ്ലാക്ക് ബോൾസേ ഉള്ളൂ. പിന്നെ ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി അപ്പോൾ എന്തായിരിക്കും? 4/4 + 8 12. Probability of drawing white balls in both draw equal to 5/13 into 4/12. Probability of A and B, probability of A into probability of B ഇൻഡിപെൻഡൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് 5/13 into 4/12 സിംപ്ലിഫൈ ചെയ്താൽ 5/39. 5/39. 4 12 3 times, 3 into 13 39, അങ്ങനെ 5/39. If P of A equal to 4/5, P of B equal to 3/5, find P of A intersection B if A and B are independent.
എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് then P of A intersection B equal to P of A into P of B equal to 4 by 5 into 3 by 5, 12 by 25. If P of A equal to 2 by 5, P of B equal to 3 by 8, P of A intersection B equal to 1 by 20. Examine whether A and B are independent. Independent ആണെങ്കിൽ P of A intersection B equal to P of A into P of B ആയിരിക്കും. ഇവിടെ P of A intersection B തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്താണെന്ന് നോക്കാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈക്വൽ ടു 2 by 5 ഇൻറ്റു 3 by 8. 2 8ൽ 4 ടൈംസ് 4 ഇൻറ്റു 5 20, 3 by 20 ആണ്. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി 3 by 20 ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 3 by 20 അല്ല 1 by 20 ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് അല്ല. ഗിവൺ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 1 by 20. P of A intersection B not equal to P of A into P of B. Therefore, A and B are not independent. Probability that A will pass paper 1 is 0.3 and probability that he will pass paper 2 is 0.7. What is the probability that he will pass both the papers? Assuming passing the two papers as independent. So, the independent events are. Probability for passing the two papers എന്ന് പറഞ്ഞാൽ P of A intersection B, that is P of A and B എന്ന് പറഞ്ഞാൽ P of A intersection B, that is P of A into P of B, 0.3 into 0.7 കാരണം അത് ഇൻഡിപെൻഡൻ്റ് ആണ്. Probability for passing the two papers equal to P of A and B, that is P of A intersection B equal to P of A into P of B equal to 0.3 into 0.7, 0.21. If P of A equal to 0.4, P of B equal to 0.3, P of A intersection B equal to 0.2. Find the probability of at least one of the events to occur, exactly one of the events to occur, none of the events to occur. P of A 0.4 ആണ്, P of B 0.3 ആണ്, P of A intersection B 0.2 ആണ്. ആദ്യത്തെ അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. 0.4 പ്ലസ് 0.3 മൈനസ് 0.2 ദാറ്റ് ഈസ് 0.5. അടുത്ത് പി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സ് ഒക്കർ എന്നാണ്. എക്സാക്ട്ലി വൺ ഓഫ് ദി ഇവൻറ്റ്സ് ഒക്കർ പറഞ്ഞാൽ A occur, B does not occur, or A does not occur, B occur. Exactly one. ഒരെണ്ണം മാത്രമേ പാവട്ടു. അപ്പോൾ എന്താണ് probability of A intersection B dash or A dash intersection B. അപ്പോൾ A intersection B dash or A dash intersection B എന്ന് പറഞ്ഞാൽ രണ്ടും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഈക്വൽ ടു P of A intersection B dash plus P of A dash intersection B. അതിനുശേഷം അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് കണ്ട് ആഡ് ചെയ്യാം. അടുത്ത നൺ ഓഫ് ദ ഇവൻറ്റ്സ് ഒക്കർ. നൺ ഓഫ് ദ ഇവൻറ്റ്സ് ഒക്കർ എന്ന് പറഞ്ഞാൽ എയും ബിയും ഒക്കർ ചെയ്യരുത് എന്ന് വെച്ചാൽ P of A dash and B dash. A dash and B dash എന്നാൽ P of A dash intersection B dash, that is A dash intersection B dash എന്നാൽ A union B dash എന്നാണ്. A union B dash ആണ് 1 minus A union B. അപ്പോൾ 1 minus probability of A union B, that is 1 minus 0.5, 0.5 എന്ന് കിട്ടും. നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. Probability of at least one എന്നാണ് A union B. P of A union B equal to P of A plus P of B minus P of A intersection B equal to 0.4 plus 0.3 minus 0.2 equal to 0.5. അടുത്തത് probability of exactly one of the events occur. One of the event എന്ന് പറഞ്ഞാൽ A ഉണ്ടെങ്കിൽ B പാടില്ല, ബി ഉണ്ടെങ്കിൽ എ പാടില്ല. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് യൂണിയൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷും എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത് എ എന്ന് പറയുന്നത് 0.4 മൈനസ് 0.2 പ്ലസ് 0.3 മൈനസ് 0.2
equal to 0.2 plus 0.1 0.3. അടുത്തത് പ്രോബിലിറ്റി ഓഫ് നൺ ഓഫ് ദ ഇവൻസ് ഒക്കെ. നൺ ഓഫ് ദ ഇവൻസ് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു ഡിമോർഗൻസ് ലോ ഉപയോഗിച്ചെന്ന് പറയാം പി ഓഫ് എ യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 1 മൈനസ് 0.5 ഈക്വൽ ടു 0.5. ഹിയർ എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. കാരണം എന്താണ്, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി 0.2 എന്നുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. അവിടെ 0 പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ദ പ്രോബിലിറ്റി ദാറ്റ് എ സോൾവ്സ് എ പ്രോബ്ലം ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് 2/5 and the probability that B solves it is 3/8. If they try independently, find the probability that both solve the problem. At least one solves the problem. None solves the problem. Okay. Probability that A solves the problem. So probability of A എന്ന് പറയുന്നത് 2/5. അപ്പോൾ പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ 1 മൈനസ് 2/5 ഈക്വൽ ടു 3/5. അടുത്ത പി ഓഫ് ബി എന്ന് പറയുന്നത് 3/8. പി ഓഫ് ബി ഈക്വൽ ടു 3/8. പി ഓഫ് ബി ഡാഷ് 1 മൈനസ് 3/8. 1 മൈനസ് 3/8 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 8/8 ആണ്. 8/8 മൈനസ് 3/8 5/8. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് if they try independently, that is A and B are independent. Even A and B are independent. ഇനി ആദ്യത്തെ കാണേണ്ടത് both solve the problem. That is probability of both solves the problem. എന്ന് വെച്ചാൽ എന്താണ്, probability of A solves and B solves. P of A intersection B. Independent ആയതുകൊണ്ട് P of A into P of B. P എഴുതിയിട്ട് both solve the problem equal to P of A solves and B solves equal to P of A intersection B equal to P of A into P of B equal to 2/5 into 3/8 equal to 3/20. Probability of at least one solves the problem. At least one on a union ആണ്. Probability of A union B equal to P of A plus P of B minus P of A intersection B. P of A നമുക്കറിയാം, P of A 2/5, P of B 3/8, P of A intersection ഇവിടെ എയും ബി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ P of A into P of B equal to 2/5 plus 3/8 minus P of A intersection B. P of A into P of B 3/20 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2/5 plus 3/8 minus 3/20. നമുക്ക് ഇതിൻ്റെ LCM കണ്ട് സിംപ്ലിഫൈ ചെയ്താൽ 8 കൊണ്ട് ഗുണിച്ചോ, 8 into 2 16, 8 into 5 40. ഇവിടെ 5 കൊണ്ട് ഗുണിച്ചു, 5 into 3 15, 5 into 8 40. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 2 into 3 6, 2 into 20 40. ഡിനോമിനേറ്റർ എല്ലാം 40 ആണ്. 16 minus 6 10, 10 plus 15 25, 25/40. 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/8. അപ്പോൾ probability that at least one solves the problem equal to 5/8. അടുത്ത none solves the problem. None solves എന്ന് പറഞ്ഞാൽ A does not solve and B does not solve. Probability of none solves the problem, that is A does not solve and B does not solve എന്ന് പറഞ്ഞാൽ A dash intersection B dash. ഇനി എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ട്. therefore P of A dash intersection B dash equal to P of A dash into P of B dash equal to P of A dash നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ 3/5, മറ്റേത് 5/8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/8. നോട്ട് ഇതാണ്, if A and B are independent then A dash and B dash are also independent. That is P of A dash intersection B dash equal to P of A dash into P of B dash. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ P of A intersection B എന്ന് പറഞ്ഞാൽ P of A into P of B ആണ്. അതുപോലെ P of A dash intersection B dash എന്ന് പറഞ്ഞാൽ P of A dash into P of B dash.